ദൈവത്തെ അറിയുന്ന ഓരോ ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു ആത്മിക സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. 34-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം: ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ബാലസിംഹം കാട്ടിൽ ഇര കിട്ടാതെ ഇരുന്നേക്കാം, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, സകല വഴികളും അടഞ്ഞു പോയോ നിന്നോട് ദൈവം സംസാരിക്കുക? ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ നീ ഉത്സാഹിയാകും. ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോൾ വീണ്ടും അറിയണം എന്നുള്ള ആഗ്രഹവും ആവേശവും അവൻ്റെ അകത്ത് തലപൊക്കും. ആത്മീക ജീവിതം ഒരു തണുപ്പൻ ജീവിതമല്ല. ആത്മീക ജീവിതം ഒരു ഉത്സാഹമുള്ള ജീവിതമാണ്. ദൈവം കോടിക്കണക്കിന് മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ജീവിക്കാനുള്ളതെല്ലാം ഈ ഭൂമിയിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഡോക്ടർമാരല്ല, എല്ലാവരും കളക്ടർമാരല്ല, എല്ലാവരും എഞ്ചിനീയർമാരല്ല, എല്ലാവരും സയന്റിസ്റ്റുകളല്ല, എല്ലാവരും ബിസിനസ്സുകാരല്ല, എല്ലാവരും ടീച്ചർമാരല്ല. എല്ലാവർക്കും വേണ്ടത് ഈ ഭൂമിയിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, നിനക്കൊരുക്കി വെച്ചത് ഏതാന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവമെന്ന് പറയുന്ന 2 അക്ഷരം നിന്റെ അകത്ത് അണയാത്ത സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കണം. അപ്പോഴാണ് ദൈവം നിനക്ക് തന്ന കഴിവും ദൈവവും കൂടെ ചേരുമ്പോൾ നീ എത്തേണ്ട സ്ഥാനത്ത് കർത്താവ് നിന്നെ എത്തിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സ്നേഹിത, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു മടുത്ത നിന്നോട്, രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ആലോചിച്ച് പരാജയപ്പെട്ട നിന്നോട് ദൈവം സംസാരിക്കുക. ഒട്ടും ആശങ്കപ്പെടണ്ട. ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ ഉത്സാഹിയാകാം. നിനക്കൊരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. 23-ാം സങ്കീർത്തനം ദാവീദ് ചമയ്ക്കുമ്പം പറയുക, എനിക്കൊരു ഇടയനുണ്ട്, അവൻ എൻ്റെ മുമ്പിൽ പോകും, ഇടയന്റെ പുറകെ ഞാൻ പോകും, അതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. എന്നിട്ട് അവൻ ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുക, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നീ ഒന്നും തേടി അങ്ങോട്ട് പോകുമല്ല, എല്ലാം യേശുക്രിസ്തു എന്ന ഇടയന്റെ പുറകിൽ നീ ആയിക്കഴിയുമ്പോൾ നിന്റെ പുറകെ ഇതെല്ലാം വരും. സങ്കീർത്തനക്കാരമായ ബാലസിംഹം ഇര കിട്ടാതെ കാട്ടിൽ വിശന്നിരിക്കാം, പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവനോ ഒരു നന്മയ്ക്കും കുറവില്ല. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥപിത, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ നടത്താൻ കഴിവുള്ള ദൈവമേ, അവിടുത്തെ പൊന്നുകരത്തിലേക്ക് സമർപ്പിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ഉത്സാഹിയാകാം. ദൈവം നന്മ കൊണ്ട് നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു.